ഞങ്ങള് അൽ മുക്തിദാർ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി ഗ്രൂപ്പിനാൽ വഞ്ചിക്കപ്പെട്ടവരാണ്. പൈസ നഷ്ടപ്പെട്ട് സങ്കടത്തോടെ വന്നിരിക്കുന്നവരാണ് ഇത്. അദ്ദേഹം നമ്മുടെ ഇതില് 50,000 മുതൽ കോടികൾ വരെ നഷ്ടപ്പെട്ടവരുന്നു. എല്ലാവരും വലിയ പൈസക്കാരൊന്നുമല്ല. 10 ലക്ഷത്തിൽ താഴെയുള്ളവരാണ് ബഹുഭൂരിപക്ഷം. അതും 5 ലക്ഷത്തിൽ താഴെ നിരവധി പേർ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 50,000, 80,000, 1 ലക്ഷം അങ്ങനെയൊക്കെ ഉള്ള പൈസകളാണ് കൂടുതൽ അവിടെ പെട്ടുപോയിരിക്കുന്നത്. ഇത് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ആളുകൾ അവരുടെ സമ്പാദ്യം മൊത്തം വേറെ ജീവിക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തവരാണ് കൂടുതൽ പേര്. പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കാനും മരുന്ന് വാങ്ങിക്കാനും അതിനൊന്നും കാശില്ലാതെ വന്ന് ഈ കാർഷിക ആദായമൊക്കെ കുറഞ്ഞു വന്നപ്പോൾ 25 സെന്റോ 50 സെന്റോ ഒക്കെ റബ്ബർ പുരയിടമുള്ളവരൊക്കെ അത് വിറ്റ് ഇവിടെ കൊണ്ടുവന്ന് ഇതിന്റെ ആദായം എടുത്ത് കുട്ടികളെ പഠിപ്പിക്കാനും മറ്റും വന്നവരാണ്. അങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഇതിൽ ധാരാളം. പിന്നെ ഇദ്ദേഹം വീടുകളിൽ വെച്ചിരുന്ന സ്വർണം അതും കഴിക്കലാണ്. അതിപ്പോ ഒരു നാട്ടിൽ ചെന്ന് കൂടുതലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിൽ പെട്ടുപോയിരിക്കുന്നത്. ഇദ്ദേഹം തന്നെ അത്തരത്തിൽ വേഷവിധാനങ്ങൾ നടത്തി ഇദ്ദേഹത്തിന്റെ കടയിലുള്ള എംപ്ലോയീസിനെ തന്നെ തൊപ്പിയും താടിയൊക്കെ വെച്ച് ഒരു മുസ്ലിം ഐക്കൺ പോലെ കാണിച്ച്, എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലും ചെന്ന് ആ പള്ളികളിലുള്ള ഇമാമുമാരെയും മറ്റാൾക്കാരെയൊക്കെ സ്വാധീനിച്ച് അവർക്കും കാശ് കൊടുത്ത് അവരെ ഇയാള് തന്റെ ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ കൂട്ടി വീടുകളിൽ അയച്ചു. ഈ പെൺകുട്ടികളുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വീടുകളിലെല്ലാം പോയി അവര് അവിടെ എന്തെങ്കിലുമൊക്കെ സ്വർണം കാണുമല്ലോ, സ്വർണം ആരും ഒത്തു വാങ്ങൂല, കുറേശ്ശെ കുറേശ്ശെയാണ് വാങ്ങുന്നത്. അവര് വാങ്ങി വെച്ചിരിക്കുന്ന സ്വർണം ഇയാള് തട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത്, നിങ്ങൾ വീട്ടിൽ ചുമ്മാതിരിക്കുകയല്ലേ, ഇത് എന്റെ കയ്യിൽ തന്നാൽ 10 ലക്ഷം രൂപയുടെ മൂല്യത്തിന് 20,000 രൂപ മാസം ഞാൻ തരും, 20% നിങ്ങൾക്ക് ഞാൻ ആദായം മാസം തരും. എന്നിട്ട് 11 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് തിരിച്ചു തരും ഈ സ്വർണം. ഇപ്പോൾ 10 12 വയസ്സായ ഒരു കുട്ടിയാണെങ്കിലും 11 മാസം കഴിയുമ്പോൾ ഞാനിത് തിരിച്ചു തരും. ഇനി വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തരാം. ഈ രീതിയിൽ വീടുകളിലുണ്ടായിരുന്ന സ്വർണം മൊത്തം ഇയാളുടെ കയ്യിലായി. ഇതൊക്കെ കൂടെ ചേർന്നിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു കണക്ക് 10,000 കോടി രൂപ വരുമെന്നാണ്, 1000 കോടി രൂപ വരുമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്, ചെറിയ കണക്ക്. പക്ഷെ ഓമർ ഇതിൽ കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു 3000-ഓളം ആളുകളും ഇതിലിപ്പോ മാട്ടിയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ സാധാരണ ഞങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുള്ളതല്ലേ അല്ലേ. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പത്രസമ്മേളനം ഞങ്ങൾ വെച്ചത് തന്നെ അതാണ്. അത് ഇവിടെ ഒരുവിധം ഇങ്ങനെ ഇവരൊന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാനും ഈ പണവും സ്വർണവും അവർക്ക് കൊടുക്കാനും പറ്റുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ക്രിയേറ്റ് ആയി പോയിട്ടുണ്ട്. അതായത് അദ്ദേഹം പത്രത്തിലെ ഫുൾ പേജ് പരസ്യം, ടിവിയിൽ മിനിറ്റ് കണക്കിനുള്ള പരസ്യം, സമൂഹത്തിലെ ഏറ്റവും വലിയ ആളുകൾ ഇദ്ദേഹത്തിന്റെ കടകൾ ഉദ്ഘാടനം ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും ആകർഷണീയമായ പറയാം അല്ല, ഞങ്ങൾ കൊടുത്തതിന്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഞങ്ങൾക്ക് പറയാം ഞങ്ങൾക്ക് എന്തുകൊണ്ട് കൊടുത്തു എന്നൊരു ചോദ്യമില്ലേ സാറേ? അപ്പൊ ഈ MSMന്റെയും സ്റ്റാർട്ടപ്പിന്റെയും നിക്ഷേപത്തിന്റെയൊക്കെ ഒരു ഇത് വന്നപ്പോ ആളുകള് ഈ ഡെഡ് മണിയും മറ്റും എങ്ങനെയെങ്കിലും വിനിയോഗിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് തോന്നി. കൂടുതൽ ലാഭം കിട്ടുന്നെടുത്ത് കൊടുത്തു. അതാണ് ഉണ്ടായത്. പലരും ബാഗിൽ കിടന്നൊക്കെയാണ് എടുത്തു കൊടുത്തത്. അങ്ങനെയാണ് ഇതുണ്ടായത്. ഇപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളം സാർ എന്റെ വ്യക്തിപരമായി ഞാന് വാങ്ങിക്കണമെന്ന് വിചാരിച്ച് റിട്ടയർഡൊക്കെ ആയപ്പോ പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അപ്പോ കുറച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അദ്ദേഹം നിർബന്ധിച്ചു പുതുക്കുകയും ചെയ്യാം. അങ്ങനെ അവിടെ വെച്ചു പോയതാണ്.
അത് 2-3 മാസം തരികയും ചെയ്തു, പൈസ തരികയും ചെയ്തു. അതിനുശേഷം മുദ്രപത്രത്തിൽ 500 രൂപ മുദ്രപത്രത്തിൽ എഴുതി കരാറുണ്ടാക്കി സ്വർണം അഡ്വാൻസ് ബുക്കിംഗ് നടത്തിയെന്നാണ് കരാർ. അപ്പോൾ ഇത്ര ഗ്രാം സ്വർണം നിങ്ങൾക്ക് 11 മാസം കഴിഞ്ഞ ഉടനെ തരും എന്നാണ് കരാർ. പക്ഷെ ഈ പൈസ ഇതിന് ആദായം തരുന്നത് കരാറിലില്ലാതെ തന്നുകൊണ്ട് ക്യാഷായിട്ടാണ് കൊടുത്തത്. ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്താണ് ചെയ്തത്. ഇത് അല്ലാത്തവരും ഉണ്ട്, പക്ഷെ കൂടുതൽ പേരും ബാങ്കിൽ കൂടെ ട്രാൻസ്ഫർ ചെയ്യുകയും ഒക്കെയാണ് ചെയ്തത്. ചെറിയ എമൗണ്ടുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞങ്ങൾ ചില ഡിമാൻഡുകൾ തന്ന ആ റിലീസിൽ തന്നിട്ടുണ്ട്. അതില് ഈ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രചോദനം കൊടുക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സാധനത്തിന് പൈസയ്ക്ക് ഒരു സുരക്ഷിതത്വം ഏർപ്പെടുത്താൻ അങ്ങനെ ഒരെണ്ണമാണ്. എല്ലാം നടക്കുന്നത് ഇങ്ങനെയാണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന ഒരു നിയമനിർമ്മാണം തന്നെ സത്യത്തിൽ നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഇദ്ദേഹത്തിന് കുറേ ജീവനക്കാരുണ്ടായിരുന്നു, അവരും പലരും മുങ്ങിയിരിക്കുകയാണ്. ഇതില് അല്ലെങ്കിൽ എങ്കിൽ തന്നെയും 90% പൈസയും അല്ലെങ്കിൽ ഈ സ്വർണവും ഇപ്പോഴും ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് ഞങ്ങളുടെ ധാരണ. അയാൾ എവിടെയോ ഒളിച്ചു വെച്ചിരിക്കുകയായിരിക്കും. ഇത് കൈക്കലാക്കാൻ വേണ്ടി ആകണം അങ്ങേര് എന്നും വാഗ്ദാനം കൊടുക്കും. വീഡിയോ കൂടെ ഇങ്ങനെ ഇടും, ഞാനിത് തിരിച്ചു കൊടുക്കും, എല്ലാവർക്കും തിരിച്ചു കൊടുക്കും. അയാൾ ടൈം ഗെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അടവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതിനകം എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് ശാന്തമാകുമ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത് വന്ന് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതായിരിക്കണം അയാളുടെ ലക്ഷ്യം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.